പ്രതിരോധ ബഹിരാകാശ ആണവ രംഗങ്ങളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ധാരണ. 3 ദിവസം നീണ്ടുനിന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് തിരിച്ചു. ടെക്നോളജി, ആണവം, ബഹിരാകാശം, പ്രതിരോധം, പാരിസ്ഥിതിക സുസ്ഥിരത എന്നീ വിഷയങ്ങളിലാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ സുപ്രധാന ചർച്ച നടന്നത്. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനുള്ള പാരീസ് ഉടമ്പടിയിൽ ഇന്ത്യയും ഫ്രാൻസും ഉറച്ചു നിൽക്കും. സബ്മറൈനുകളുടെ നിർമ്മാണത്തിലും ധാരണയായി. ഫ്രഞ്ച് രൂപകൽപ്പനയിലുള്ള 3 സബ്മറൈനുകളാകും ഇന്ത്യ നിർമ്മിക്കുക. ഫ്രാൻസിന്റെ സഹായത്തോടെ കൂടുതൽ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാനുള്ള പ്രാരംഭ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഫ്രാൻസിൽ നിന്ന് കൂടുതൽ ജെറ്റ് എഞ്ചിനുകളും മിസൈലുകളും വാങ്ങും. ചെറു ആണവ റിയാക്ടറുകൾ പങ്കാളിത്തത്തിൽ സ്ഥാപിക്കാനും കരാർ ഒപ്പിട്ടു. ബഹിരാകാശ രംഗത്തും സഹകരണത്തിന്റെ ധാരണയായി. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും ഫ്രാൻസിന്റെ ഏരിയൻ സ്പേസും തമ്മിൽ ഉപഗ്രഹ വിക്ഷേപണത്തിലും ധാരണയായി. പ്രധാനപ്പെട്ട കരാറുകളിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്താനാണ് തീരുമാനം. സാമ്പത്തിക ക്രയവിക്രയ സാങ്കേതിക വിദ്യകളിലും സഹകരണത്തിന് തീരുമാനം. ഇന്ത്യൻ UPI ഫ്രാൻസിലും പ്രവർത്തിപ്പിക്കാനുള്ള കരാറിലെത്തി. ഇന്ത്യൻ ഫ്രഞ്ച് കമ്പനികൾ ഹെലികോപ്റ്റർ നിർമ്മാണ രംഗത്ത് സഹകരിക്കും. ജെറ്റ് എഞ്ചിനുകൾ, ഹെലികോപ്റ്റർ എഞ്ചിനുകൾ, മിസൈലുകൾ എന്നിവ ഫ്രാൻസിൽ നിന്ന് വാങ്ങാനും ധാരണയായി. ഇന്ത്യയിലെ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ സംവിധാനം വാങ്ങുന്നത് പരിശോധിക്കാൻ ഫ്രഞ്ച് സംഘത്തെ അയക്കാമെന്നും മാക്രോൺ സമ്മതിച്ചു. 3 ദിവസം നീണ്ടുനിന്ന ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് തിരിച്ചു. നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധവും അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തലും കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.